ഹലോ ഫ്രണ്ട്സ്, ഞാൻ കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു 4-5 ദിവസമായി പനിയായിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ ഇത്ര നാൾ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ചെയ്യുന്നത് കാണിക്കാം. അതിനുവേണ്ടി ഞാനൊരു പുതിയൊരു പാൻ വാങ്ങി, ദോശക്കല്ല് വാങ്ങിയിട്ടുണ്ട്. ഈ ഇരുമ്പിൻ്റെ എന്തെന്നാ പറയുക, കാസ്റ്റിങ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് മയക്കണം. ഇന്നലെ മയക്കാണ്ട് ഇതിൽ ഉത്തപ്പുണ്ടാക്കി നോക്കിയപ്പോൾ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ അതിപ്പോൾ തേച്ച് കഴുകി എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കണം. ഭയങ്കര വെയിറ്റാണ്. 4-5 ദിവസമായിട്ട് ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഈ കഞ്ഞിയും ബ്രെഡും അങ്ങനെ ആയിരുന്നു. ഒരു 4 കിലോ വെയിറ്റ് കുറഞ്ഞു. തലവേദനയാണെങ്കിൽ ഭയങ്കര തലവേദന. അപ്പം ഇന്നലെയാണ് ഒന്ന് എണീറ്റിരിക്കണത്. ഇന്നലെ ഇത്തിരി കടയ്ക്കൊക്കെ പോയി വന്നപ്പോൾ വയ്യായ അധികമായി. ഇന്ന് പിന്നെയും പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് മയക്കട്ടെ. ആദ്യം അതിലേക്ക് മുട്ട ഒഴിക്കാം. അല്ലാണ്ട് ഇത് മയങ്ങി കിട്ടുമൊന്നുമില്ല. വാങ്ങുമ്പോൾ അവർ പറഞ്ഞതൊന്നും ഇവിടെ ഒരു പയ്യൻ കൊണ്ടുവന്നതാണ്. 4 മുട്ട വെച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് മയക്കൊന്നും വേണ്ട, അത് മയക്കി തന്നെയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒഴിച്ചപ്പോൾ അത് ഒട്ടിപ്പിടിച്ചു. അപ്പോൾ നമ്മൾ മയക്കണ മാതിരി ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതല്ലേ, ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് 4 മുട്ട ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുട്ട നല്ല ഒട്ടാണ്ട് കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നോൺ സ്റ്റിക്കൊന്നല്ല കേട്ടോ, അതുകൊണ്ടാണ് പേടിച്ചത്. ഇന്നലെ ഊത്തപ്പുണ്ടാക്കിയപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചു, പേടിയായി എനിക്ക്. അപ്പോൾ മുട്ട സൂപ്പറാണ് വന്നിട്ടുണ്ട്. പൊട്ടാണ്ട് തരി പോലും പൊട്ടാണ്ട് കറക്റ്റാണ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്നുണ്ടാക്കിയാണ്. അത് കപ്പ പുഴുങ്ങിയേക്കുക. വലിയ പണികളൊന്നും ചെയ്യാനാവുന്നതായിട്ടില്ല. അപ്പം നമ്മൾ സൂത്രപ്പണികളാണെന്ന് ചെയ്താണ്. കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓംപ്ലേറ്റ് ഉണ്ട്. ചെറിയ ഉള്ളി ഇട്ടിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നാടൻ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വെള്ളി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ 2 നെല്ലിക്ക, 2 പീസ് ക്യാരറ്റ്. ഇത്രയ്ക്കൊക്കെ കഴിച്ചാൽ നല്ല എനർജി ഉള്ളത് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ കഴിക്കാൻ നോക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കട്ടെ കേട്ടോ. അതൊന്ന് വീഡിയോ ഇല്ലാത്തതുകൊണ്ട്, കുറേ നാളായിട്ട് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഇത് എടുത്തതാണ്. എൻ്റെ കോലം കണ്ട പേടിക്കാനും കോലം കാണിക്കുന്നില്ല. ഇനിയും കുറേ പണികളുണ്ട്. വീഡിയോ ഇനി കുറേ എടുക്കാണ്ട്. അപ്പോൾ ഓക്കെ കേട്ടാ. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കേട്ടാ. അത്ര വയ്യാത്തോടത്ത് നടക്കുന്നത്. പിന്നെ യൂട്യൂബ് വേറൊരു കാര്യമുണ്ട്. യൂട്യൂബ് വീഡിയോ ഇട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വയ്യായ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിനെ എങ്ങനെ അറിയിക്കാമെന്ന് വല്ലവർക്കും അറിയോ? അതറിയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് ചോദിക്കണതേ. ഒരു കാര്യം യൂട്യൂബിനെ പറ്റിയിട്ട് വല്ലാണ്ട് അറിവൊന്നുമില്ല. ഇതെങ്ങനെ വീഡിയോ ഇടണതിനെ പറ്റി അറിവില്ല. ഒന്നിനെ പറ്റി എനിക്കറിവില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് ചോദിക്കണത്. ഇത് ഇപ്പോൾ നമ്മൾക്കിങ്ങനെ വയ്യായ വന്നു, ഇപ്പോൾ സ്കൂളിൽ ലീവ് ലെറ്റർ കൊടുക്കണ മാതിരി നമുക്ക് അങ്ങനെ വല്ലതും അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വല്ലവർക്കും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് വഴി എനിക്ക് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പം ശരി. അപ്പം ഞാൻ കഴിക്കാനുള്ളത് നോക്കട്ടെ കേട്ടോ.